EGR ആണ്. EGR മാനിഫോൾഡ് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്നോണം പറയാനായിട്ട്. മാനിഫോൾഡിനകത്തിരുന്ന കരിയും EGR വാലുള്ള കരിയും കണ്ടാൽ ഞെട്ടിപ്പോവും. എന്ന് വെച്ചാൽ ഇത് വണ്ടി ഇറങ്ങിയിട്ട് 13 വർഷമായി. ഈ 13 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു EGR വാൽവ് ഇളക്കുന്നതും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നതും. പക്ഷേ ഇത്രയും ഡിലേ വന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മാനിഫോൾഡിൻ്റെ ബോൾട്ട് ഒടിയാൻ സാധ്യത ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബോൾട്ടൊന്നും ഒടിഞ്ഞിട്ടില്ല, എല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റർ തേയും, അഡ്ജസ്റ്ററും ഗൈഡും തേഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റർ വലിഞ്ഞു കഴിഞ്ഞാലാണ് ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ ഓടേണ്ട ടൈമിംഗ് ചെയിൻ്റെ കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അഡ്ജസ്റ്റർ ഞാനിപ്പോൾ നീക്കുകയാണ് കണ്ടോ. ഇത് നീക്കി കഴിയുമ്പോൾ ചെയിൻ ലൂസാവും. ഈ ഭാഗം കണ്ടാൽ അറിയാം ചെയിൻ ലൂസാവുന്നുണ്ടോ. അപ്പോൾ അത്രത്തോളം ഈ ഒരു ചെയിൻ വലിഞ്ഞാണ്. ക്ലച്ച് 2012 വണ്ടി ഇറങ്ങിയ സമയത്തുള്ള സ്ലേവ് സിലിണ്ടറും ക്ലച്ചുമാണ് കേട്ടോ. 12 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഇയർ ഉദ്ദേശിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. SN ഓട്ടോമൊബൈൽസ് ടെക് വ്ലോഗിലെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇത് 2012 KL 24E8280 എന്ന് പറഞ്ഞ സ്വിഫ്റ്റ് ഡീസലാണ്. അപ്പോൾ ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് താരക്കരയിൽ നിന്ന് വന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലയിൻ്റ് ആയിട്ടല്ല, ഈ ഒരു വാഹനം സർവീസ് വർക്കാണ്. നമ്മൾ 1 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസ് വർക്കിനായിട്ടാണ് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ട് വിളിച്ച് ബുക്ക് ചെയ്തു. ഒരാഴ്ച മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തു. രാവിലെ വന്നിട്ടുണ്ട്. മോർണിംഗ് 9 മണിക്ക് എത്തി വർക്ക്ഷോപ്പിൽ. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 1 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ കറക്റ്റ് പറയുകയാണെങ്കിൽ 96,079 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനം. അപ്പോൾ അത്യാവശ്യം നല്ല കെയർ ചെയ്ത് ഓടുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം സിംഗിൾ ഓണറാണ്. പിന്നെ 1 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ടൈമിംഗ് ചെയിൻ മാറ്റണം. ടൈമിംഗ് ചെയിൻ നോയ്സ് കാര്യങ്ങൾ തുടങ്ങി വന്നതേ ഉള്ളൂ. 1 ലക്ഷമാണ് കമ്പനി പറയുന്നത്. ഇത് നേരത്തെ മാറുന്നൊരു വാഹനമാണ്. ഏകദേശം ഒരു 2012 13 വർഷമായ ഒരു വാഹനമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ടൈമിംഗ് ചെയിൻ, EGR, ഇൻ്റർകൂളർ, സൈലൻസർ ക്ലീനിങ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു. വാഹനം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓടിച്ച് നോക്കി കാര്യങ്ങളൊക്കെ പറയും, എന്നെ കംപ്ലയിൻറ്റുകളുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ കണ്ടുപിടിച്ച കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലച്ച് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ക്ലച്ച് നല്ല രീതിക്ക് ടൈറ്റാണ്, ഹാർഡാണ് ക്ലച്ച്. ഇതുവരെ ഇത്രയും 13 വർഷമായിട്ട് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഹാർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ക്ലച്ച് സിലിണ്ടർ, ക്ലച്ച് അസംബ്ലി, അതുപോലെ തന്നെ ഗിയർ ഓയിൽ, ഒരു വാഹനത്തിന് എന്തൊക്കെ വർക്കുണ്ട് അതെല്ലാം നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വർക്കുണ്ടെന്ന് പറഞ്ഞു. സസ്പെൻഷൻ നമ്മൾ റാമ്പിലിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 ലിങ്ക് റോഡ്, ബാലൻസ് റോഡ് ബുഷ്, പിന്നെ സ്റ്റീറിംഗ് ബോക്സ് വലിയ കുഴപ്പമില്ല, അത് ഇനിയും ഓടാനുണ്ട്. സ്റ്റഡ് മാറി എന്നാണ് പറഞ്ഞത്. സ്റ്റഡ് 2 സൈഡ് മാറി, മൗണ്ടിങ് നമുക്ക് ചെക്ക് ചെയ്ത് മാറണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. 4 വീല് ബ്രേക്ക് നോക്കണം. നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇത് 2 ദിവസത്തെ വർക്കാണ്. മാക്സിമം നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടി വരുന്ന വാഹനം, ഏത് വാഹനം വന്നാലും നമ്മൾ എല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്ത് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന്, എത്ര റേറ്റ് ആവും, എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് കസ്റ്റമറിനോട് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റാമ്പിട്ട് നിന്ന് നമ്മൾ സസ്പെൻഷൻ നോയ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നേരത്തെ കാണും. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ട്. നമുക്ക് ടൈമിംഗ് ചെയിൻ ക്രാങ്കേഴ്സിൻ്റെ അവിടെ നിന്ന് ഓയിൽ, പമ്പിൻ്റെ അവിടെ നിന്ന് ഓയിൽ പമ്പ്, ടൈമിംഗ് കവറിൻ്റെ അവിടെ നിന്നൊക്കെ ഓയിൽ ഒലിച്ച് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് മാറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സിലിൻ്റെ ഓയിൽ സീൽ ലീക്കാണ്, അത് നമുക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ PCV ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് ലീക്കുണ്ട്, കൂളൻ്റ് ലീക്കുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം നമുക്ക് പരിഹരിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ചാണ്. ക്ലച്ച് റാമ്പിലിട്ട് ചെയ്യുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ക്ലച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് EGR ഒക്കെ ഇളക്കണം. പിന്നെ നമുക്ക് സർവീസ് വർക്ക് പോലെ തന്നെ ഓയിൽ, എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, പിന്നെ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വാഹനത്തിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. തെർമോസ്റ്റാറ്റ് വാൽവ് വാഹനം ഇറങ്ങിയ സമയത്തുള്ള തെർമോസ്റ്റാറ്റാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് പൊട്ടാമില്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ മാറിപ്പോയില്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം ഭയങ്കരമായിട്ട് വെള്ളം തിളച്ച് മറിഞ്ഞ് വാഹനം നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അതൊക്കെ നമുക്ക് പരിഹരിച്ച് കൂളൻ്റ് ലീക്കൊക്കെ എല്ലാം മാറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് മാറി ഫസ്റ്റ് EGR നമുക്ക് ഇളക്കാം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ ഇളക്കേണ്ടത്. ടൈമിംഗ് ചെയിൻ മാറ്റണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് മാറ്റണം. ബെൽറ്റ് ടെൻഷനർ, വാട്ടർ പമ്പ് നമ്മൾ ചെക്ക് ചെയ്യും. കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറും. അത് കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ച് കറക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ എല്ലാം ഇളക്കിയിട്ട് വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ആദ്യം നമ്മൾ ഇളക്കിയത് ക്ലച്ചും EGR ആണ്. EGR മാനിഫോൾഡ് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്നോണം പറയാനായിട്ട്. മാനിഫോൾഡിനകത്തിരുന്ന കരിയും EGR വാലുള്ള കരിയും കണ്ടാൽ ഞെട്ടിപ്പോവും. എന്ന് വെച്ചാൽ ഇത് വണ്ടി ഇറങ്ങിയിട്ട് 13 വർഷമായി. ഈ 13 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു EGR വാൽവ് ഇളക്കുന്നതും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നതും. പക്ഷേ ഇത്രയും ഡിലേ വന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മാനിഫോൾഡിൻ്റെ ബോൾട്ട് ഒടിയാൻ സാധ്യത ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബോൾട്ടൊന്നും ഒടിഞ്ഞിട്ടില്ല, എല്ലാം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കരിയുണ്ടോ, കരിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കൊന്ന് ഇതിനകത്ത് എയർ കടത്തിവിടാൻ പോലും സ്ഥലമില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഹോളിനകത്താണ് ഈ EGRൻ്റെ വാൽവ് വരുന്നത്.
അപ്പോൾ ഈ വാൽവ് വന്നു കഴിഞ്ഞാൽ ഹോളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഹോൾ മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. എയർ എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രത്തോളമാണ് ഇതിനകത്ത് ഈ ഡീസൽ കത്തിപ്പോകുന്നത്. എയർ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡീസൽ കത്തി മൈലേജ് കുറയും, പവർ കുറയും, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പുള്ളിങ് കുറയും, എല്ലാം നഷ്ടപ്പെടും. ഇങ്ങനെ EGR കയറി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ. കമ്പനി പറയുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 കിലോമീറ്ററാണ്. ഈ 30,000 കിലോമീറ്റർ അകത്ത് വെച്ച് തന്നെ ഇതുപോലെ വീണ്ടും ഇളക്കി ക്ലീൻ ചെയ്ത് പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളൊരു 60,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്ററിൽ ചെയ്യണം. മാക്സിമം നിങ്ങൾ 1,00,000 കിലോമീറ്റർ ആവണതിന് മുന്നേ തന്നെ EGR വാൽവ് ക്ലീൻ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു 3,00,000 കിലോമീറ്റർ വാഹനം ഓടിയാലും 3-4 പ്രാവശ്യം നമുക്ക് ഈ മാനിഫോൾഡ് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു 1,50,000 കിലോമീറ്ററായി 15 വർഷമായ ഒരു വണ്ടി നമ്മൾ ഈ മാനിഫോൾഡ് ഇളക്കുകയാണെങ്കിൽ ഇളക്കാൻ പിന്നെ പറ്റത്തില്ല. ബോൾട്ടെല്ലാം ഒടിഞ്ഞ് വരേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനൊക്കെ ഇറക്കി ഹെഡ് ലേത്തി കൊടുത്ത് ബോൾട്ടെല്ലാം ഇളക്കി വീണ്ടും ക്ലീൻ ചെയ്ത് ഒരുപാട് പണി കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് പറയേണ്ട കാര്യം. ഒരു 4,000 രൂപയ്ക്കകത്തൊക്കെ പറഞ്ഞുള്ളൂ മാനിഫോൾഡ് ഇളക്കി, അതുപോലെ തന്നെ EGR ഇൻ്റർകൂളർ, സൈലൻസർ, EGRൻ്റെ ഹോസ് ക്ലിപ്പ്, ഈ പാക്കിംഗ് അടക്കം മാറി സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കൂളൻ്റ് അടക്കം ലേബർ അടക്കമാണ്. ഒരു ദിവസത്തെ ഫുൾ വർക്കാണ്. നിങ്ങൾ എടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് തന്നെ നിങ്ങൾ EGR ക്ലീൻ ചെയ്യുക സ്വിഫ്റ്റിന്. അപ്പോൾ EGRൻ്റെ കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ഇതിൻ്റെ MAP സെൻസറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് മാനിഫോൾഡ് പുതിയതുപോലെ ആക്കി എടുക്കണം. ഇതിനകത്തുള്ള കരി, കാർബൺ ഡെപ്പോസിറ്റ് എല്ലാം അതാ ഈ കാണുന്ന കട്ടയായിട്ടാണ് ഇതിലിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് പുതിയൊരു മാനിഫോൾഡ് പോലെ ആക്കി എടുക്കണം. ഇതിനകത്തുള്ള ഹോൾസ് എല്ലാം അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ വാൽവിലുള്ള ഹോൾസ് എല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ EGRൻ്റെ കാര്യം ഇത്രയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലച്ചാണ്. ക്ലച്ച് 2012 വണ്ടി ഇറങ്ങിയ സമയത്തുള്ള സ്ലേവ് സിലിണ്ടറും ക്ലച്ചുമാണ് കേട്ടോ. 12 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഇയർ ഉദ്ദേശിക്കുന്നതാണ് ഇത്. നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ 2025 അല്ലെങ്കിൽ 24, 23 അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്ലേവ് സിലിണ്ടർ മാറണം. അതുപോലെ തന്നെ ഈ കൂളൻ്റ് ലീക്കേജ് ഉണ്ടായിരുന്നു. മേളിലൊക്കെ കൂളൻ്റ് ലീക്ക് എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാൽ വാൽവ് പൊട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ മാറിയത് കൊണ്ട് എളുപ്പമാണെന്നാണ് പറയാനായിട്ട്. ക്ലച്ച് നോക്കുകയാണെങ്കിൽ ക്ലച്ച് തീർന്ന് മട്ടമായി. ഇതും 2012 ക്ലച്ചാണ്. എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് എഴുത്തൊക്കെ. അപ്പം വാല്യൂ എന്ന് പറഞ്ഞ കമ്പനിയാണ് അന്ന് ഉണ്ടായിരുന്നതും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ക്ലച്ചാണ്. അതുകൊണ്ട് റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായതുകൊണ്ട് റിവേറ്റ് പിടിച്ച് മട്ടമായി കേട്ടോ. റിവേറ്റ് പിടിച്ച് ലൈനർ തീർന്നിട്ടുണ്ട്. ക്ലച്ചിൻ്റെ കട്ടി കുറഞ്ഞിട്ടുണ്ട്. ഫുള്ള് കാലെടുത്താൽ മാത്രമേ വാഹനം മൂവ് ആവത്തുള്ളൂ. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രഷർ പ്ലേറ്റിൻ്റെ ഭാഗമെല്ലാം ഈ ലൈനർ പിടിച്ച് പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഫേസിങ് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ട് മാറുന്നു നമ്മൾ ക്ലച്ചും പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും. അതുപോലെ തന്നെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൽവ് കട്ടായ ഭാഗം കാണാൻ എങ്ങനെയാണെന്ന് നമ്മൾ ഇത് കമ്പനി ഇറങ്ങുന്ന സമയത്തുള്ള തെർമോസ്റ്റാറ്റ് വാൽവാണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് മെറ്റലും വരും, ഒരു സൈഡ് ഫൈബറും വരും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാം ഫൈബർ പീസാണ് കേട്ടോ. ഈ മെറ്റൽ ഭാഗത്തുള്ള ബാക്ക് സൈഡിലുള്ള ഈ ഒരു കുറ്റി ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതുവഴി ലീക്ക് ഉണ്ടായിരുന്നു ബാക്ക് സൈഡിൽ. ഇതിൻ്റെ അടി സൈഡിൽ ഒരു കുറ്റിയുണ്ട്, അതും ഒടിഞ്ഞു പോയി ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള വിഷയം. 2 ബോൾട്ടുകളൊക്കെ നമുക്ക് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ചെറിയ ഹോസ് ക്ലിപ്പ് എല്ലാം മാറി സെറ്റായിട്ട് നമുക്ക് എടുക്കാം. അതിനോടൊപ്പം നമുക്ക് ക്ലച്ചിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം EGR ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ടൈമിംഗ് ചെയിൻ ഇളക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഗിയർ ഓയിൽ, പിന്നെ ഓയിൽ ഫിൽറ്റർ, ഓയിൽ, ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ സസ്പെൻഷൻ നമ്മളിപ്പോൾ ലാസ്റ്റ് ഗിയർ ബോക്സൊക്കെ കയറ്റുന്നതിന് മുന്നേ സ്റ്റഡ് മൗണ്ടിങ് എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് പേഡ് അത്യാവശ്യം ഓടാനുണ്ട്, പകുതിയുണ്ട്. ലിങ്ക് റോഡ് മാറ്റണം. അതുപോലെ തന്നെ ലോവർ റാമിൻ്റെ ബുഷ് വേറെ കുഴപ്പമില്ല, ലോവർ റാമൊന്നും വിഷയമില്ല. അതുപോലെ തന്നെ ബാലൻസറുടെ ബുഷ് ചേഞ്ച് ചെയ്യണം, സ്റ്റഡ് മൗണ്ടിങ് ചേഞ്ച് ചെയ്യണം. പിന്നെ ബാക്കിൽ വന്നപ്പോൾ ബ്രേക്ക് ഷൂ അത്യാവശ്യം ഓടാനുണ്ട് കേട്ടോ. ബാക്ക് ഷോക്ക് വലിയ കുഴപ്പമില്ല, ബ്രേക്ക് ഷൂ പകുതി കൂടുതൽ ഓടാറുണ്ട്. ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ് ചെറിയ ജാമുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഡ്രമ്മും വേറെ വിഷയമൊന്നുമില്ല. ഡ്രമ്മ് ഒന്ന് പോളിഷ് ചെയ്ത് പേപ്പർ ഇട്ട് പോളിഷ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2 സൈഡും ഡ്രമ്മും പോളിഷ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കണം. ഷോക്കും വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഓയിൽ ലീക്ക്, ആക്സിലിൻ്റെ ലീക്ക് നമുക്ക് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിടണം. അപ്പോൾ EGRലുള്ള ഹോസൊക്കെ നല്ല രീതിക്ക് ഹാർഡായിട്ടുണ്ട് കേട്ടോ. EGR ഹോസ്, അതുപോലെ തന്നെ PCV. ഇതിനകത്തുള്ള ക്യാപ്പിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടോ ഇതിനകത്ത് വരെ കയറി അടഞ്ഞ് ബ്ലോക്ക് ആയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങൾ വാഹനം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് റൈസ് ചെയ്ത് RPM കയറ്റി ഒരു 50 കിലോമീറ്റർ ഓടുന്നത് നല്ലതായിരിക്കും. ഇത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞു കൂടി വരത്തില്ല, എല്ലാം കത്തിപ്പോവും. അപ്പോൾ അതാണ് ഒരുപോലെ റൈസ് ചെയ്യാതെ ഒരുപോലെ സ്മൂത്തായിട്ട് ഓടുന്ന വാഹനത്തിനാണ് ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞു കയറി വരുന്നത്. അത് എപ്പോഴും ചെയ്യണമെന്ന് പറയത്തില്ല. 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 50 കിലോമീറ്റർ കുറച്ച് കാല് കൊടുത്ത് പുള്ളിങ്ങൊക്കെ കൂട്ടി ഓടുന്നത് കുറച്ച് നല്ലതായിരിക്കും, ശ്രദ്ധയോടുകൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ലേവ് സിലിണ്ടർ ക്ലച്ചും ആദ്യം സെറ്റ് ചെയ്ത് EGR ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസമാണ് നമുക്ക് ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്യേണ്ടത്. ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇളക്കി വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് വാഹനത്തിൽ ഓയിലൊക്കെ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് വാഹനം ഓടിച്ചൊക്കെ നോക്കി ക്ലിയർ ചെയ്യണം. ബാക്കിയുള്ള പ്രോസസ്സിങ് വർക്ക് എല്ലാം ഇതിനോടൊപ്പം നടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്.
അങ്ങനെ നമ്മൾ മാരുതിയുടെ അത്യാവശ്യ സ്പെയർ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചാണ്. മാരുതി സുസുക്കിയുടെ ക്ലച്ചിൻ്റെ റേറ്റ് വരുമ്പോൾ ഏകദേശം സെയിം ഇതിൽ കിടന്നിരുന്ന സെയിം വാല്യൂ എന്ന് പറയുന്ന കമ്പനിയാണ് മാരുതിയിൽ വരുന്നത്. ഏകദേശം 3625 രൂപ പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെ വാഹനത്തിൽ എന്ന് വെച്ചാൽ ബ്രസ, അതുപോലെ ബലേനോ, എർട്ടിഗ, ഇഗ്നിസ്, റെഡ്സ്, സ്വിഫ്റ്റ്, SX4, സിയാസ്, ഇതെല്ലാം സെയിം ആണ് കേട്ടോ. ഈ ഒരു ക്ലച്ച് വരുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലുക്കിൻ്റെ ക്ലച്ച് ഉണ്ട്, അതും നമ്മുടെ മാരുതി ജനുവലിലാണ് വരുന്നത്. ഇതും മാരുതി ജനുവലിൽ വാല്യൂ കയറിയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് സെറ്റ് ചെയ്യണം, വാഹനത്തിലോട് സെറ്റ് ചെയ്യണം. ക്ലച്ച് ഡിസ്ക്, അത് പ്രഷർ പ്ലേറ്റ് ഒരുമിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടാമത് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലച്ചിൻ്റെ സ്ലാബ് സിലിണ്ടറാണ്. 3660 രൂപ റേറ്റ് ഉണ്ട്. ഇപ്പോൾ റേറ്റ് ശകലം കൂടിയിട്ടുണ്ട്, 2025 ഇതാണ്. അപ്പോൾ ഇത് ക്ലച്ചിൻ്റെ സ്ലാബ് സിലിണ്ടർ നേരത്തെ കാണിച്ച ഇയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇറങ്ങുന്നതിൽ കുറച്ച് ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലാബ് സിലിണ്ടർ ഇത് റിലീസ് ബെയറിങ്ങും ക്ലച്ചിൻ്റെ സിലിണ്ടറും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ക്ലച്ച് സ്ലാബ് സിലിണ്ടർ ഇതെന്ന് പറഞ്ഞാൽ ക്ലച്ച് ഓപ്പറേറ്റിംഗ് സമയത്ത്, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു ബെയറിംഗ് അകത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് വന്ന് ക്ലച്ചിനെ ഓഫ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിടുന്നതാണ് ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് വഴിയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് 2024 മാനുഫാക്ചറിങ് ആണ് കേട്ടോ. 2024 ഇയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 2025 സെയിലിംഗ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതിൽ പാക്കറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, പാർട്ട് നമ്പറെ കൊടുത്തിട്ടുണ്ട്. ഇത് മാരുതിയുടെ ജനുവിനാണ്. അടുത്ത നമ്മൾ എടുത്തിട്ടുള്ളത് ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളാണ്. ടൈമിംഗ് ചെയിൻ ഇതായി എടുത്തിട്ടുണ്ട്. 1315 രൂപ റേറ്റ് ഉണ്ട്. പാർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. 2 സ്പ്രോക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്രാങ്കും ക്യാമും 2 സ്പ്രോക്കറ്റ്, 2 ഗൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റർ, ചെയിന് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുന്ന അഡ്ജസ്റ്ററാണ്. പിന്നെ ഫ്ലാഞ്ച് ഓയിൽ സീൽ എടുത്തിട്ടുണ്ട്, ഫ്ലാഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ടൈമിംഗ് കവർ പാക്കിംഗ് കിട്ടണം. അതുപോലെ തന്നെ ഇത് ഡീസൽ ഫിൽറ്ററാണ്. സെലേറിയോ, സിയാസ്, എർട്ടിഗ, എസ്ക്രോസ്, സ്വിഫ്റ്റ് ഇതെല്ലാം സെയിം ആണ്. പേപ്പർ ടൈപ്പാണ് വരുന്നത്. 1220 രൂപ റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ 385 രൂപ. എയർ ഫിൽറ്റർ, പിന്നെ സ്റ്റഡ് മൗണ്ടിങ് 2 എണ്ണം. നമുക്ക് മെയിനായിട്ടും വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൽവാണ് കേട്ടോ. 1670 രൂപ ഉണ്ട് റേറ്റ്. മാരുതിയുടെ ജനുവിനാണ്. തെർമോസ്റ്റാറ്റ് വാൽവ് നേരത്തെ നമ്മൾ കാണിച്ചു തന്നത് ഒരു ഫൈബർ മെറ്റലും കൂടി വരുന്ന പീസായിരുന്നു. ഇപ്പം ഫുള്ളായിട്ട് ഫൈബർ പീസാണ് വരുന്നത്. ഇതും അത്യാവശ്യം 1 ലക്ഷം കിലോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് 1 ലക്ഷം അല്ലെങ്കിൽ 10 വർഷ കാലാവധി. ഇത് എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനകത്തുള്ള വാൽവ് സ്റ്റക്കായി കഴിഞ്ഞാലും ഈ കാണുന്ന എൻഡ് പൊട്ടൽ വന്നു കഴിഞ്ഞാലും ഈ ഫൈബർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടായി തണുത്ത് വരുമ്പോൾ ഈ ഫൈബർ പീസ് ഹാർഡായി ഇത് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇതിൻ്റെ അടിസൈഡിലും പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ 10 വർഷ കാലാവധിയിലായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത്. കൂളൻ്റ് മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണെങ്കിൽ, കൂളൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഓടുകയാണെങ്കിൽ ഒരു 5 വർഷത്തിന് മുന്നേ തന്നെ ഈ വാൽവെല്ലാം അടിച്ചു പോയി ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകും. ഇത് പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. തെർമോസ്റ്റാറ്റ് വാൽവ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൻ്റെ 2 ഹോസ് ക്ലിപ്പുകളെല്ലാം മാറി സെറ്റ് ചെയ്ത് വിടണം പശയൊക്കെ വെച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് കിട്ടേണ്ട ടൈമിംഗ് കവറിൻ്റെ പാക്കിംഗ് കിട്ടണം. അതുപോലെ തന്നെ ലിങ്ക് റോഡ്, ഓയിൽ, അതുപോലെ തന്നെ കൂളൻ്റ്, ഗിയർ ഓയിൽ, ഇത്ര നമുക്ക് കിട്ടാനുണ്ട്. കുറച്ച് സ്പെയറൊക്കെ കിട്ടാനുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഇൻ്റർകൂളറും സൈലൻസറൊക്കെ നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിനോടൊപ്പം ക്ലീൻ ചെയ്ത് കയറ്റണം. ക്ലച്ച് സെറ്റ് ചെയ്യാം. പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും ഫ്ലൈവീലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ സ്ലാബ് സിലിണ്ടറും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആദ്യം നമ്മൾ ക്ലച്ചിൻ്റെ പരിപാടി എല്ലാം തീർത്തതിന് ശേഷം EGR ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ടൈമിംഗ് ചെയിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നത്. അങ്ങനെ പുതിയ ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ക്ലച്ചിൻ്റെ ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോൾട്ട് സെൻറ്റർ കണക്കാക്കി ടൈറ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ക്ലച്ച് സെൻറ്റർ ചെയ്ത് ഇനി ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൽവ് പുതിയത് സെറ്റ് ചെയ്തായിരുന്നു. ഹോസ് ക്ലിപ്പും എല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ. തെർമോസ്റ്റാറ്റ് വാൽവ് അടിയിലൊരു ചെറിയ മിനി ഹോസ് ഉണ്ട്. തെർമോസ്റ്റാറ്റ് വാൽവ് മാറുമ്പോൾ എപ്പോഴും ഈ ഹോസും ക്ലിപ്പും പുതിയത് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഹോസ് കീറി കൂളൻ്റ് ലീക്ക് വരാൻ സാധ്യത ഉണ്ട്. പിന്നീട് അളക്കണമെങ്കിൽ ഇത്രയും പാടാണ്. അപ്പോൾ ചെയ്യുന്ന വർക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്തങ്ങ് പോവുക. അപ്പോൾ നമുക്കിനി സ്ലാബ് സിലിണ്ടറും ആയിട്ടുണ്ട്. ഇതായി കാണുന്ന സ്ലാബ് സിലിണ്ടർ സെറ്റ് ചെയ്തായിരുന്നു. പൈപ്പ് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ലാബ് സിലിണ്ടർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പൈപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പെല്ലാം ടൈറ്റ് ചെയ്തു. ചുറ്റുബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്താണ് കേട്ടോ അത് കറങ്ങാനായിട്ട്. ഇനി ക്ലച്ച് ഭയങ്കരമായിട്ട് സ്മൂത്തായിരിക്കും. ക്ലച്ച് ടൈറ്റൊക്കെ മാറും. അതുപോലെ തന്നെ ഗിയർ ടൈറ്റ് മാറും. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരു സസ്പെൻഷൻ്റെ വർക്ക് നോക്കിയപ്പോൾ ലിങ്ക് റോഡ് ഇതിൽ ഉള്ളത് കൊള്ളാം കേട്ടോ. ലിങ്ക് റോഡ് വേറെ കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് ബാലൻസ്ഡ് ബുഷിൻ്റെ ഷേക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതായിരുന്നു കടകട സൗണ്ട് ഉണ്ടായിരുന്നത്, ജെർക്കിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്തു. ലിങ്ക് റോഡ് ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റഡ് ഇളക്കിയിട്ടുണ്ട്. സ്റ്റഡ് ഇതായി കാണുന്ന സ്റ്റഡാണ്. സ്റ്റഡ് ഇടയ്ക്ക് കസ്റ്റമർ മാറി എന്നാണ് പറഞ്ഞത്. പക്ഷേ സ്റ്റഡ് മൗണ്ടിങ് ഇടിച്ച് താഴ്ന്നിട്ടുണ്ട്. കുറച്ച് ഓടി സ്റ്റഡ് മൗണ്ടിങ് ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞ് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റഡ് മൗണ്ട് 2 എണ്ണം നമ്മൾ പുതിയ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു അരേഞ്ചും കൂടി കുറച്ച് കൂടുതലായിരിക്കും. ഇത് ഓടും തോറും ഇടിച്ചിടിച്ച് താഴ്ന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റഡ് ലൂസായി കഴിഞ്ഞാൽ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടത്തില്ല. ഭയങ്കര സൗണ്ടായിരിക്കും. വീല് വെട്ടി തേയും, ടയർ വെട്ടി തേയും, അലൈൻമെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റിന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം കൂടുതലായിരിക്കും. ഇവിടുത്തെ വെട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു
വെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെട്ടിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും ഈ ഒരു ബുഷ്, പുതിയ ബുഷ്. പക്ഷേ ഈ വെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പഴയ ബുഷ് വെട്ട് കഴിഞ്ഞ് താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ. വെട്ടിൻ്റെ മട്ടത്തിന് അനുസരിച്ചായിട്ടുണ്ട്, ഇടിച്ച് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്റ്റഡ് മൗണ്ടിങ് ഗ്രീസൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിനകത്തുള്ള ബെയറിംഗ് ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് സൈഡും സ്റ്റഡ് മൗണ്ടിങ്. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ പരിപാടിയും EGR പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്റർ ഇളക്കണം കേട്ടോ. ഓയിൽ സെപ്പറേറ്റർ മാറണം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഓയിൽ സെപ്പറേറ്ററിൻ്റെ ഹോസ് ഹാർഡാണ്. ഇത് ഒന്നുകിൽ ഇത് പൊട്ടി ഓയിൽ ലീക്കാവാം. ഇത് ഓയിൽ തിരിച്ചു പോകുന്നതാണ്, PCV, പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനകത്തുള്ള ഗ്യാസ് എല്ലാം കൂടി, ഓയിലും ഗ്യാസും കൂടി തിരിച്ച് ക്രാങ്കേഴ്സിനകത്ത് പോയി തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ്. അതും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് ഇളക്കി മാറണം. അങ്ങനെ നമ്മൾ ടൈമിംഗ് ചെയിൻ ഇളക്കി കേട്ടോ. ടൈമിംഗ് ചെയിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 1,00,000 കിലോമീറ്റർ ആകാൻ പോണതേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓയിൽ സർവീസ് വന്നില്ലെന്നുണ്ടെങ്കിൽ, ഓയിൽ കറക്റ്റ് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റർ തേയും. അഡ്ജസ്റ്ററും ഗൈഡും തേഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റർ വലിഞ്ഞു കഴിഞ്ഞാലാണ്. ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ട്. ഏകദേശം 1,50,000 കിലോമീറ്റർ ഓടേണ്ട ടൈമിംഗ് ചെയിൻ്റെ കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അഡ്ജസ്റ്റർ ഞാനിപ്പോൾ നീക്കുകയാണ് കണ്ടോ. ഇത് നീക്കി കഴിയുമ്പോൾ ചെയിൻ ലൂസാവും. ഈ ഭാഗം കണ്ടാൽ അറിയാം ചെയിൻ ലൂസാണുണ്ടോ. അപ്പോൾ അത്രത്തോളം ഈ ഒരു ചെയിൻ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈം കറക്റ്റാണ്, മാറേണ്ട. ചെറിയ നോയ്സ് ഉണ്ടായിരുന്നു ടൈമിംഗ് ചെയിൻ്റെ. ഇത് ഏകദേശം 96,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. 1,50,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു അളവാണ് ഈ കാണിക്കുന്നത്. ഇത് എഞ്ചിൻ ഓയിൽ കറക്റ്റാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു താഴെ ഭാഗത്തായിട്ട് ഒരു നോബ് കൊടുത്തിട്ടുണ്ടോ. ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ പമ്പ് വഴി ഈ നോബ് വഴിയായിരിക്കും ഈ ചെയിനിൽ ലൂബ്രിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കും. ചെയിന് തേയ്മാനം വരാതെ ലൂബ്രിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ഓയിലാണെങ്കിൽ, നല്ല ഓയിലാണെങ്കിൽ നല്ല സ്മൂത്തിന് കറങ്ങും. ഓയിൽ മാറാതെ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ ഓയിൽ കട്ടിയായി കഴിഞ്ഞാൽ ഈ സ്മൂത്ത്നെസ് കുറയും, ലൂബ്രിക്കേറ്റിങ്ങിൻ്റെ അളവ് കുറഞ്ഞ് തേയ്മാനം കൂടും. തേയ്മാനം കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം, ഗൈഡിൻ്റെ ഭാഗം വലിയും, ചെയിന് വലിയും. ചെയിന് വലിയുമ്പോൾ ആണ് അഡ്ജസ്റ്റർ നീങ്ങി തള്ളി ഈ അഡ്ജസ്റ്ററിൻ്റെ ലോക്ക് ചാടി, അതുപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റ് പൊട്ടി എഞ്ചിൻ പണി ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ടൈമിംഗ് ചെയിൻ പൊട്ടുന്നതും ഈ ഒരു കാരണത്താലാണ്. അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണ്. കസ്റ്റമറിൻ്റെ ഭാഗ്യം എന്നോണം പറയാനായിട്ട്. കുറച്ചും കൂടെ ഓടിയിരുന്നെങ്കിൽ പണി കിട്ടിയേനെ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഓയിൽ കറക്റ്റാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഓയിൽ സെമി സിന്തറ്റിക് ഓയിൽ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കുറച്ചുകൂടി മൈലേജും പവറും, എഞ്ചിൻ നല്ല സ്മൂത്തായിരിക്കും. കാർബൺ ഡെപ്പോസിറ്റ് വളരെയധികം കൂടി അടയത്തില്ല. അതുപോലെ തന്നെ സ്ലഡ്ജൊന്നും ഒരുപാട് കൂടത്തില്ല. ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെയിൻ വലിഞ്ഞതാണ് എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ് എന്ന് പറയാനില്ല. അപ്പോൾ നമുക്ക് മാറ്റേണ്ടത് ഒരുപാട് വണ്ടികൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാറ്റേണ്ട രീതി എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയിലും നമ്മൾ ചെയ്യുന്നത് പോലെ ടൈമിംഗ് കവർ പാക്കിങ്, ഈ ഒരു ടൈമിംഗ് ചെയിൻ, അതുപോലെ തന്നെ സ്പ്രോക്കറ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് സ്പ്രോക്കറ്റ്, ഇത് ക്യാം ഷാഫ്റ്റ്, ക്യാം ചെറുതും വലുതും, ക്രാങ്ക് ഷാഫ്റ്റ് ചെറുതുമായിരിക്കും സ്പ്രോക്കറ്റ് വരുമ്പോൾ. രണ്ട് സൈഡ് ഗൈഡ്, ഈ ഒരു അഡ്ജസ്റ്റർ, പിന്നെ ഫ്ലാഞ്ച്, വെളിയിൽ വരുന്ന ഫ്ലാഞ്ച്, പിന്നെ പുറത്ത് വരുന്ന ഓൾട്ടർനേറ്റർ ബെൽറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈമിംഗ് ചെയിൻ്റെ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നത്. വാട്ടർ പമ്പ് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. വാട്ടർ പമ്പ് നല്ല വാട്ടർ പമ്പാണ്. കൂളൻ്റെ കറക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ പമ്പിന് തേയ്മാനോ കാര്യമില്ല. ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റ് കൊള്ളാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്, ഒരു പേസ് കൊണ്ട് പുറത്ത് ആക്കി വെച്ചിട്ടുണ്ട്. വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. വേറെ ബെയറിംഗ് സൗണ്ടോ നോയ്സോ അങ്ങനെയൊന്നുമില്ല. അഡ്ജസ്റ്റും വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. ബെൽറ്റ് എന്തായാലും മാറും, ഫ്ലാഞ്ചും മാറും. അപ്പോൾ ഫൗണ്ടേഷനും വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മൾ ക്രാങ്കേഴ്സ് ഇളക്കി വെച്ചിട്ടുണ്ട്. ക്രാങ്കേഴ്സ് വഴി ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഓയിൽ ഈ ഭാഗത്ത് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് പുതിയ പശയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് മണിക്കൂർ സമയം കൊടുക്കുമ്പോൾ ഇത് ഉണങ്ങി സെറ്റാവും. അപ്പോൾ ഇതാണ് ടൈമിംഗ് ചെയിൻ്റെ കാര്യം. ടൈമിംഗ് ചെയിൻ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മളെ ടൈമിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞുതരാം എളുപ്പ രീതിയിൽ. ചില ആൾക്കാർ ഇതിൻ്റെ റെയിലൊക്കെ ഇളക്കും, അതുപോലെ തന്നെ ഇഞ്ചക്ടർ, റെയിൽ ഇതെല്ലാം ഇളക്കണം. റെയിൽ ഇളക്കിയാൽ ബാക്കിൽ ലോക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കനുസരിച്ചായിരിക്കും ഇതിൽ ടൈമിംഗ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം, സെറ്റ് ചെയ്യുമ്പോൾ കാണിക്കാം. ഈ കാണുന്ന എന്താണെന്ന് അറിയാമോ? ഇതാണ് PCV എന്ന് പറയും, ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയും. ഈ കാണുന്ന ഓയിൽ സെപ്പറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ക്രാങ്കേഴ്സ് വെന്റിലേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനകത്ത് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. ഈ ഗ്യാസ് നമ്മൾ പഴയ മോഡൽ പിക്കപ്പ് ബൊലോറോയിലൊക്കെ നമ്മൾ എഞ്ചിൻ്റെ വാൽവ് ഡോറിൻ്റെ മേളിൽ ഒരു പൈപ്പ് ഇട്ടിരിക്കും. അത് താഴോട്ട് പോകും, പുറന്തള്ളും. ഗ്യാസും ചെറിയ വേസ്റ്റ് ആയിട്ടുള്ള ഓയിലൊക്കെ പുറന്തള്ളും. അങ്ങനെ വരുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ആവത്തില്ല. പഴയ മോഡൽ വാഹനത്തിന് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ കൺട്രോൾ ആവാൻ എഞ്ചിനകത്ത് തന്നെ തിരിച്ചു പോകും. ഇത് എഞ്ചിനകത്ത് ക്രാങ്കേഴ്സ്, എഞ്ചിനകത്ത് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മൾ ഈ ടൈമിങ്ങിൻ്റെ അവിടെ നിന്ന് ഗ്യാസും ഓയിലും കൂടി, വേസ്റ്റ് ആവുന്ന ഓയിലും ഗ്യാസും കൂടി ഒരുമിച്ച് ഈ ഒരു ഫിൽറ്ററിനകത്ത് വരും. ഇതുവഴി മുകളിലോട്ട് വന്ന് ഈ ഒരു ഫിൽറ്ററിനകത്ത് വരും. ഫിൽറ്ററിൽ ക്ലീൻ ചെയ്തായിരിക്കും അകത്തോട്ട് ക്രാങ്കേഴ്സിനകത്ത് തിരിച്ചു പോകുന്നത്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നത് തിരിച്ച് എഞ്ചിനിലോട്ട് വിടാനുമാണ് ഈ ഒരു PCV എന്ന് പറഞ്ഞ ഓയിൽ സെപ്പറേറ്റർ വെച്ചിട്ടുള്ളത്. ഇതിനകത്തൂടി പോകുന്നത് ചെറിയ വേസ്റ്റ് ഓയിലും അതുപോലെ തന്നെ
ഗ്യാസുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പോകുന്നത്. ഇത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹാർഡാവും. ഈ റബ്ബർ ഓസ് ഹാർഡായി കഴിഞ്ഞാൽ ഈ ഓസ് ഇവിടെ വെച്ച് കട്ടായി കഴിഞ്ഞാൽ ഇതുവഴി ഓയിൽ ഒരുപാട് ലീക്കായി പുറന്തള്ളും. അപ്പോൾ അങ്ങനെയാണ് ചില വാഹനങ്ങളിൽ ഓയിൽ ലീക്കേജ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഓയിൽ സെപ്പറേറ്റർ അസംബ്ലി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹോസും ക്ലിപ്പും അതുപോലെ തന്നെ ഫിൽറ്ററും, ഈ കാണുന്ന ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ ഓസിൻ്റെ ഇതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും. പുതിയ ഹോസ് വരുമ്പോൾ ഇത് ഓടി ചൂടായി തണുത്ത് അങ്ങനെ വരുമ്പോൾ ഹോസ് നല്ല രീതിക്ക് ഹാർഡാകും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിങ്ങ് വരും. സംഭവം എന്ന് പറഞ്ഞാൽ പിതുങ്ങത്തില്ല, അത്രയ്ക്ക് കല്ല് പോലെയായി ഹാർഡായിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ചില വാഹനങ്ങളിൽ ഗ്യാസും ഓയിലും കൂടി പുറം തള്ളാതെ ഈ ഒരു ഫിൽറ്റർ, ഇതിനകത്തുള്ള ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഓയിൽ സ്റ്റിക്ക് വരുന്ന ഭാഗത്ത് കൂടി ഓയിലും ഗ്യാസും കൂടി പുറം തള്ളാൻ തുടങ്ങും, ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ. അങ്ങനെ ചിലവർ വിചാരിക്കും ഈ വാഹനം എഞ്ചിൻ പണിയാണ്, പെട്ടെന്ന് തന്നെ എഞ്ചിൻ പണി ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് PCBയിൽ വരുന്ന ഓയിൽ സെപ്പറേറ്ററിൽ വരുന്ന ഫിൽറ്റർ ഈ ഒരു അസംബ്ലി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തിരിച്ച് ഈ ഒരു ഫിൽറ്റർ ബ്ലോക്കെല്ലാം മാറി തിരിച്ച് എഞ്ചിനകത്ത് പോകുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ ഒഴിവാകും. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാകും, എഞ്ചിൻ നല്ല ഫ്രീ ആവും, ഈ ഒരു ഓയിൽ തിരിച്ച് വരുന്നതും റീകംപ്രഷൻ അടിക്കുന്നതൊക്കെ കുറവാകും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ സെപ്പറേറ്ററിൽ വരുന്ന ഫിൽറ്റർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 1,00,000 കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല ഫ്രീ ആവും. എഞ്ചിനകത്തുള്ള ഗ്യാസും എയറും സൈലൻസറിൽ പോകുന്ന ഇൻടേക്കും ഔട്ടും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഗ്യാസും ഓയിലെല്ലാം കൂടി ഒരു സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകുമ്പോൾ എഞ്ചിൻ നല്ല ഫ്രീ ആകുമ്പോഴാണ് കറക്റ്റ് സ്മൂത്ത് മൈലേജും വണ്ടി പുതിയൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സെപ്പറേറ്റർ PCBൻ്റെ എക്സ്പ്ലെയിൻ ആണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 1,00,000 ഒക്കെ ആകുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ ഒരു വാഹനത്തിന് ഇതുവഴി ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിക്കാനാണ് PCB ഓയിൽ സെപ്പറേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നതും വീഡിയോ ഷെയർ ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PCB ഓയിൽ സെപ്പറേറ്റർ ഫുൾ സെറ്റായിട്ട് നമ്മൾ അസംബ്ലി ആയിട്ട് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് സ്വിഫ്റ്റ് ഡീസലിൻ്റെ എഞ്ചിൻ്റെ അടിഭാഗമാണ്, ഗിയർ ബോക്സും എഞ്ചിൻ്റെ അടിഭാഗമാണ്. നമ്മളിൽ ടൈമിങ് വരുന്നതെന്ന് വെച്ചാൽ ഈ ബാക്ക് ഫ്ലൈ വീലുണ്ടോ, ഫ്ലൈ വീലിലൊരു ഹോളുണ്ട്. ഈ കവറെല്ലാം ഇളക്കി ശേഷം ഈ ഹോളിനകത്ത് ഈ ഒരു സ്റ്റഡി ഉണ്ട്. നമ്മുടെ ടൈമിങ്ങിൻ്റെ ടൈമിംഗ് ടൂളാണ് അത്. സ്റ്റഡി ഇതിനകത്ത് ഹോളിനകത്ത് കയറുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ടൈമിംഗ് ആവും. ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 കറക്കമാണ്, ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു കറക്കമാണെങ്കിൽ ടൈമിങ് വരുന്നത്. ചിലപ്പോൾ ഈ ഹോൾ കറക്റ്റ് ആകുമ്പോൾ മേളിൽ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു കറക്കത്തിൽ ഈ ഒരു മേളിൽ ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു ക്യാമിൻ്റെ ടൈമിങ് കറക്റ്റ് ആകത്തുള്ളൂ. ഈ ഭാഗത്തായിട്ട് വരും കേട്ടോ, ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ അത് കറക്റ്റായി ആയാൽ മാത്രമേ ടൈമിങ് കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അടി സൈഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേൽ സൈഡിലാണെങ്കിൽ ടൈമിംഗ് ചെയിനെല്ലാം നമ്മൾ പുതിയത് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ടൈമിംഗ് ചെയിന് 2 സ്പ്രോക്കറ്റ്, 2 ഗൈഡ്, അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോ തള്ളത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലോക്ക് എടുത്ത് വിട്ടാലും കണ്ടോ, ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബോംബിൻ്റെ ലോക്ക് പോലെയാണ്. അത് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് ലോഡായി നിൽക്കും. അപ്പോൾ ഇതുണ്ടോ, ഇത്രത്തോളം ടൈമിങ് ലോഡ് ചെയ്ത് നിൽക്കും. ആദ്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റർ ഒരുപാട് ഇതിൻ്റെ പകുതിയോളം വലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തള്ളിയാലും നല്ല ടൈറ്റിന് ഇരിക്കും കേട്ടോ, നല്ല ടൈറ്റാണ്. അപ്പോൾ ഇനി ഓയിൽ പമ്പ് ചെയ്ത് കയറുമ്പോൾ കുറച്ചുകൂടി പ്രഷർ കൂടിയാണ് ചെയിനെ കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ചെയിൻ നോയ്സ് വരത്തില്ല, ചെയിൻ ലൂസ് ആവത്തില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടൈമിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ ചെയിനിൽ ഫ്രണ്ടിലോട്ട് വരണം. ഈ ഒറിജിനൽ ചെയിനിലാണെങ്കിൽ ഈ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലോട്ട് വരണം. ഇത് എഴുത്തെല്ലാം ഫ്രണ്ടിലോട്ട് വരണം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റും അതുപോലെ തന്നെ എഴുത്ത് ഫ്രണ്ടിലോട്ട് വരണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യും. നമ്മളിപ്പോൾ ക്യാം ലോക്ക് ചെയ്തിട്ടില്ല, ക്യാം ഷാഫ്റ്റ് ക്രാങ്ക് ലോക്ക് ചെയ്തു. ക്യാം നമ്മൾ ഇളക്കുന്ന സമയത്ത് കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്യും, കറക്റ്റായിരുന്നു. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാം കറക്കും. അപ്പോൾ ചിലർ ചോദിക്കും ക്യാം കറക്കുമ്പോൾ വാൽവ് ഇടിക്കത്തില്ലേ, പിസ്റ്റണിൽ അങ്ങനെ ഇടിക്കത്തില്ല. ഇത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 പിസ്റ്റണ് താഴെ സെൻറ്റർ ഭാഗത്ത് ഒരുപോലെ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാം ഷാഫ്റ്റ് എത്ര വേണം നമുക്ക് കറക്കാം. ഈ ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വൈ ക്ലാമ്പ് എടുത്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റ് ടൈറ്റ് ചെയ്തു. നമ്മളിനി ഓയിൽ ഒഴിച്ച് കറക്കി ഈ ഭാഗത്ത് ടൈമിംഗ് നമ്മൾ കറക്റ്റ് ചെയ്യും. ടൈമിങ്ങിൻ്റെ ടൂളുണ്ട്. ഈ കാണുന്നതാണ് ടൈമിംഗ് ടൂള്. ചിലവർ 2 സൈഡിലും രണ്ട് ക്യാമുണ്ട്, 2 സൈഡിൽ ലോക്ക് ചെയ്യും. 2 സൈഡിൽ ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു റെയിലൊക്കെ ഇളക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു സൈഡാണ് കൂടുതൽ നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം ടൈമിംഗ് ലോക്ക്. അപ്പോൾ 2 സൈഡും ടൈമിംഗ് ലോക്കായി ബാക്കിയുള്ള എല്ലാം ഇട്ട് മുടിക്കുന്ന ശേഷം നമ്മൾ ഒരു എഞ്ചിൻ പുള്ളിയുണ്ട്. എഞ്ചിൻ പുള്ളി നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ താഴെ ഒരാൾ ഫ്ലൈ വീല് കറങ്ങാതെ സ്ക്രൂ ഡ്രൈവറിന് കുത്തിപ്പിടിക്കും പല്ലിൽ. അപ്പോൾ ഫ്ലൈ വീല് ഒരു കാരണവശാലും നമ്മൾ സ്റ്റഡി ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വിശ്വാസം പോരാഞ്ഞിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിന് കുത്തിപ്പിടിക്കുമ്പോൾ 2 ലോഡ് കിട്ടും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷമാണ് എഞ്ചിൻ പുള്ളി ഫുള്ള് ടൈറ്റ് ചെയ്യുന്നത്.
ടൈറ്റ് ചെയ്ത് ഇതെല്ലാം ഊരിയതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാമിൻ്റെ ലോക്ക് നമ്മൾ ഊരി എടുത്തതിന് ശേഷമാണ് ഒന്നും കൂടി നമ്മൾ എഞ്ചിൻ കറക്കി നോക്കും ഇതിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആവണമെന്ന്. അപ്പോൾ നമ്മൾ 2 റൗണ്ട് എഞ്ചിൻ കറക്കുമ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു കറക്കാവും, വീണ്ടും ടൈമിംഗ് കറക്റ്റ് ആയിട്ടാണ് എഞ്ചിൻ ടൈമിംഗ് ഓക്കെ ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ടൈമിംഗ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ റെയിലൊന്നും ഇളക്കത്തില്ല, ഒരു സൈഡ് മാത്രം ലോക്ക് ചെയ്തുകൊണ്ട് എല്ലാ വണ്ടിയിലും നല്ല സിമ്പിൾ പരിപാടിയാണ് ടൈമിംഗ് ചെയിൻ മാറുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പുതിയതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ടൈമിംഗ് കവറുണ്ട്, വാട്ടർ പമ്പുണ്ട്, ബെൽറ്റ് ടെൻഷനുണ്ട്, അതുപോലെ തന്നെ ബെൽറ്റുണ്ട്, എഞ്ചിൻ ഫൗണ്ടേഷൻ ഉണ്ട്, അടിയിൽ ക്രാങ്കേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ എഞ്ചിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ഒരു 3.25 ലിറ്റർ 3.5 ലിറ്റർ ക്യാനായിട്ട് വരുള്ളൂ. 5W30 NS എന്ന് പറയുന്ന കമ്പനിയാണ് ഒഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറി 3 ലിറ്റർ കൂളൻ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട് കേട്ടോ. ഡീസൽ ഫിൽറ്റർ കുറച്ച് പഴക്കം ഉണ്ടായിരുന്നു. ഡീസൽ ഫിൽറ്റർ പേപ്പർ ടൈപ്പാണ്, മാക്സിമം നമ്മൾ ഒറിജിനൽ യൂസ് ചെയ്യത്തുള്ളൂ. ഒറിജിനൽ ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ഫിൽറ്ററിങ് നടക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലീക്ക് വരത്തില്ല. ഒറിജിനൽ ഇട്ട് കഴിഞ്ഞാൽ റിങ് കംപ്ലയിൻറ്റ് വന്ന് ലീക്ക് വരത്തില്ല. ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യണം. നല്ല രീതിക്ക് പശയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പശയെന്ന് പറഞ്ഞാൽ ക്രാങ്കേഴ്സിൽ വെച്ചിരിക്കുന്ന പശയാണ്, നല്ല അതുപോലെ ഉണങ്ങി. അതിനുശേഷം മാത്രം നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലച്ചിൻ്റെ വർക്കാണ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ക്ലച്ചിൻ്റെ വർക്ക്, അതുപോലെ തന്നെ EGR എല്ലാം ക്ലീൻ ചെയ്ത് മാനിഫോൾഡ് അടക്കം നമുക്ക് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാനിഫോൾഡ് പാക്കിങ്ങും അതുപോലെ തന്നെ EGRൻ്റെ വാഷറും കാര്യങ്ങളും, ക്ലിപ്പും, തെർമോസ്റ്റാറ്റ് വാൽവ്, ഹോസ് ക്ലിപ്പ്, EGRൻ്റെ ഹോസ് ക്ലിപ്പ്, പിന്നെ ഗിയറിൻ്റെ ബുഷ്, ചെറിയൊരു ഓറഞ്ച് ബുഷുണ്ട്, അത് മാറിയിട്ടുണ്ട്. പിന്നെ 2 സൈഡ് സ്റ്റഡ് മൗണ്ട് മാറിയിട്ടുണ്ട്, 2 സൈഡും. ലിങ്ക് റോഡ് കുഴപ്പമില്ല, ബാലൻസ് റോഡ് ബുഷ്, കാലിബർ ഷിം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ ഹാൻഡ് ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അതിൻ്റെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടി സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പശ ഉണങ്ങിയിട്ടുണ്ട്. ക്രാങ്കേഴ്സ് ഉണ്ടോ, പശയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച PCV നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്തു. ബാക്കിൽ വരുന്ന PCV അസംബ്ലി, ഓയിൽ സെപ്പറേറ്റർ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കൂളൻ്റ് 3 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് നല്ല സ്മൂത്ത് സൗണ്ടാണ് കേട്ടോ. വേറെ വിഷയമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒരു അരമണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം ഒരു 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമറിന് വണ്ടി കൊടുക്കത്തുള്ളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ പോലെ തന്നെ ഇതിന് ഈ ഒരു വാഹനത്തിന് നമ്മൾ കൂളൻ്റ് ലീക്ക്, അതുപോലെ തന്നെ ആക്സിൽ ലീക്ക്, എഞ്ചിൻ ഓയിൽ ലീക്ക്, ഈ 3 കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ എഞ്ചിൻ ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമിങ്ങിൻ്റെ സെക്ഷനും ക്രാങ്കേഴ്സൊക്കെ നമ്മൾ ഇളക്കി സെറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓയിൽ സീലോ, പുതിയ ഓയിൽ സീലൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വരാം, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തെർമോസ്റ്റാറ്റ് മാറി, EGRൻ്റെ ഹോസ് ക്ലിപ്പെല്ലാം മാറി, അതുപോലെ തന്നെ നമ്മൾ EGRൻ്റെ ലൈനെല്ലാം ചെയ്തതുകൊണ്ട് കൂളൻ്റ് ലീക്ക് വരാൻ സാധ്യത നമുക്ക് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ പുതിയ തെർമോസ്റ്റാറ്റ് വർക്കിംഗ് ആണോ, തെർമോസ്റ്റാറ്റിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ടോ, ആ സ്വിച്ചാണ് നമ്മൾ ചൂടാവുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പകുതി ടെമ്പറേച്ചർ ആകുമ്പോൾ ഫാനിൻ്റെ സ്വിച്ച് തെർമോസ്റ്റാറ്റിലാണ് വരുന്നത്. അപ്പോൾ ഫാൻ ഓൺ ആവണമെങ്കിൽ തെർമോസ്റ്റാറ്റിൽ വരുന്ന സ്വിച്ച് വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഡീസൽ ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ മാറി ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോസ് വഴി, ക്ലിപ്പ് വഴിയൊക്കെ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ആണ് നമ്മൾ ചെക്കിങ് പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ഇളക്കി സെറ്റ് ചെയ്ത് വരുമ്പോൾ ആക്സിലിൻ്റെ ഓയിൽ സീൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഗിയർ ഓയിൽ ലീക്കാവും. അതെല്ലാം നമ്മൾ പരിഹരിച്ച് എല്ലാ ലീക്കും മാറ്റി കസ്റ്റമറിന് കൊടുക്കണം. കസ്റ്റമറിൻ്റെ ഈ ഒരു വാഹനത്തിന് കൂളൻ്റ് ലീക്ക് എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റായിരുന്നു വിഷയം. അപ്പോൾ ഇടയ്ക്ക് കൂളൻ്റ് ഒഴിച്ചാണ് ഓടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പരിഹരിച്ച് ക്ലിയർ ചെയ്ത് വിടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി വാഹനത്തിൻ്റെ അടിസൈഡിൽ കാണാം, ബെൽറ്റ് റണ്ണിങ്ങിൽ കാണാം. ബെൽറ്റൊക്കെ നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. ഇനി വാഹനത്തിൽ അടിസൈഡിലൊന്ന് സർവീസ് ചെയ്യണം. ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട്, അത് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും അടിസൈഡിൽ ഫുള്ള് സർവീസ് ചെയ്താലേ ആ ഒരു ഓയിലിൻ്റെ മയം എല്ലാം പോകത്തുള്ളൂ. നമുക്കിനി വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു വാഹനം നമ്മൾ 10 കിലോമീറ്റർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓടിച്ചു നോക്കി. കൂളൻ്റ് ലീക്ക്, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്ക്, ആക്സിൽ ലീക്ക്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. കസ്റ്റമറും വാഹനം ഓടിച്ചു നോക്കിയായിരുന്നു. കസ്റ്റമറിനോട് തന്നെ ചോദിക്കാം, വാഹനം ഓടിച്ചു നോക്കിയത് എങ്ങനെയുണ്ട്? നേരത്തേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തായി. ക്ലച്ചൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രമേ, നല്ല ഹാർഡായിരുന്നു. കുറച്ച് നേരം ഓടിക്കുമ്പോഴത്തേക്കും കാലിനകത്തൊരു വേദന ഉണ്ടായിരുന്നു ക്ലച്ച് ചവിട്ടുമ്പോഴത്തേക്കും. ഇപ്പൊ അതെല്ലാം മാറി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. മൈലേജ് എന്തായാലും കൂടും തോന്നുന്നു. ഓടി വരുമ്പോൾ കൂടും. ഒരു 17 പോയിന്റ് സംതിങ് ഇപ്പൊ കാണിക്കുന്നുള്ളായിരുന്നു. ഇനിയിപ്പോ എന്തായാലും കൂടുമെന്ന് പറഞ്ഞു. 20 മേളിൽ എന്തായാലും കിട്ടും, കൺഫേം ആയിട്ട് കിട്ടും. ഇത്രയും കരിയേര് ബ്ലോക്ക് ആയതുകൊണ്ടാണ് മൈലേജ് ഷോർട്ടേജ്. 1 ലക്ഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഇനി അടുത്ത 1 ലക്ഷത്തിന് ഇതുപോലെ ചെയ്ത് മതി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് വർക്ക് 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ ഫിൽറ്ററുകളെല്ലാം മാറിപ്പോകണം. ഇവിടെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വാഹനം. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ആദ്യം മുതലുള്ള എല്ലാ വീഡിയോസും ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട്. എന്റെ വണ്ടി ഒരു 80,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഇതിന്റെ എസ്എൻ മൊബൈൽസ് ഇതിനകത്ത് തന്നെ കൊണ്ട് കൊടുക്കത്തുള്ളൂ. അവിടെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് വർക്കുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും പണി അറിയാവുന്ന ഒരാളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഏകദേശം എനിക്കൊരു ഇൻസൈഡ് 10-70 കിലോമീറ്റർ ഉണ്ട്. ആ ഓടിയാണ് ഞാൻ ഇവിടെ വന്നത്. അതിൻ്റെ രീതിയിൽ നല്ല വൃത്തിയായിട്ട് പണിയെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുന്നു. അടുത്ത മാസത്തോളം ഞാൻ കൊണ്ടുവരും. പിന്നെ ബജറ്റ് വെച്ച് നോക്കിയാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഷോറൂമിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിൽ നിന്നും റേറ്റ് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ കുറച്ചാണ് ആ റേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാം കൊണ്ട് ഓക്കെയാണ്. അത് മതി. എന്നെ സാറ് ഒരു 6 മാസം വിളിച്ചു പറഞ്ഞിരുന്നു എൻ്റെ വണ്ടി ഇതുപോലെ 1 ലക്ഷത്തിന് സർവീസ് ചെയ്യണം, കൊണ്ടുവരും, നമ്മളുടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു, വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. തീർച്ചയായും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പം വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വിളിച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ തിരിച്ച് റിപ്ലൈ തന്ന് വാട്സപ്പ് കോളിംഗ് ഉണ്ട്. ഓക്കെ, ബൈ.